കാലങ്ങൾക്കപ്പുറമുള്ള കളരി ശബ്ദങ്ങളാണിത്. ഹംസത്തലി ഗുരുക്കൾ സ്ഥാപിച്ച കളരിയിൽ തന്റെ ചെറുമകൾ അഭ്യാസിയാകുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും നനച്ചു കാണില്ല. 21-കാരി ആരിഫയുടെ കളരിമോഹത്തിന് അച്ഛൻ ഹനീഫ ഗുരുക്കൾ തടസ്സം നിന്നില്ല. അങ്കത്തട്ടിൽ ആരിഫ ഇന്ന് അധ്യാപിക കൂടിയാണ്. 7 വയസ്സിൽ തുടങ്ങിയതാണ് ആരിഫയുടെ പരിശീലനം. ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പഠിക്കേണ്ട ഏതൊരായുധനും കളരി എന്ന് മാത്രമല്ല, കളരി പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലാരൂപം. അത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഒന്നും കൂടി ഓർക്കാനും, ഇപ്പോൾ കളരി വരുമ്പോൾ ചിലപ്പോൾ ഈ തലമുറ ചിലപ്പോൾ നിന്ന് പോവാം, നമ്മളാരും ഈ ജനറേഷൻ കൊണ്ടുപോകണില്ലെങ്കിൽ. അപ്പോൾ കളരി നല്ല കരാട്ടിയും ഏത് ആയുധനേക്കാളും പെൺകുട്ടികളെ മനോധൈര്യത്തിന് അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. വീട്ടിൽ നിന്ന് ആൾക്കാർ പറഞ്ഞാൽ കേടുവരും, ശരീരം കേടുവരും, അങ്ങനെയൊക്കെ ഉള്ള ധാരണ ഉണ്ടായിരുന്നു പണ്ടത്തെ. ഞാൻ പുറം സാധനങ്ങളിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അതല്ല, അന്നേരം മറിച്ചാണ്. മുസ്ലിം കുട്ടികൾ പഠിക്കാൻ പാടില്ല, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ചിന്താഗതിയായിരുന്നല്ലോ. അതൊക്കെ മാറിപ്പോകും. കളരി ഫുള്ളായിട്ട് കഴിഞ്ഞെന്നല്ല, എന്നാലും കളരിയോടൊപ്പം തന്നെ ഉഴിച്ചിലും കാര്യങ്ങളും മർമ്മത്തിനെ കുറിച്ചിട്ടും നമ്മൾ എല്ലാതും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിക്കണമുണ്ട്, പഠിപ്പിക്കണമുണ്ട്, ഒക്കെ ഉണ്ട്. കൂടുതലായിട്ട് പാരൻസ് കമ്പൽ ചെയ്തിട്ടാണ് കൊണ്ടുവരാറ് ശരിക്കും കളരിക്ക്. പിന്നെ പറയുമ്പോൾ കളരി വന്നതിൻ്റെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം അതിലേക്ക് ഇറങ്ങും, അവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങും. പിന്നെ അവർ ഇപ്പോൾ ഡാൻസ് പഠിക്കുന്ന കുട്ടികളും എല്ലാതും അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവെ അവർ ഡാൻസിൽ നിന്ന് മാറും. അപ്പോൾ ഈ കളരി എന്നുള്ള ഫീൽഡിലേക്കാണ് കൂടുതലായിട്ട് അവർ എത്തുക. അപ്പോൾ അവർക്കും കൂടുതലായിട്ട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പെൺകുട്ടികൾ വന്നിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിച്ചു, പിന്നെ ചെറുതിലേ പഠിക്കേണ്ട കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾ എനിക്ക് പിന്നെ ഒരു മകനും 2 പെൺകുട്ടികളാണ്. അപ്പോൾ മകന് തുണ നിൽക്കാൻ പുറത്തുനിന്ന് ഒരാളുണ്ടായില്ല. അന്ന് കളരിയിൽ അത്രയും ഇതായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ മോനെയും മോളെയും കൂടി തുണ നിർത്തിയിട്ടാണ് അവർ പ്രാക്ടീസ് തുടങ്ങിയത്. പിന്നെ പ്രാക്ടീസ് തുടങ്ങി അവളുടെ കഴിവ് തെളിയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ആണെന്ന്. അപ്പോൾ പിന്നെ മറ്റ് കുട്ടികളെയും അതിലേക്ക് ആകർഷിപ്പിക്കാനുള്ള രീതിയിൽ ഞാൻ അവളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കലും, പിന്നെ ഓരോ വേദികളിൽ പയറ്റ് വരുമ്പം മോനെയും മോളെയും തുണയായിട്ട് നിർത്തി പയറ്റിക്കും. പിന്നെ ആ പ്രവണത മാറിയിട്ട്